പ്രോബസ് അരങ്ങ് ഗ്രൂപ്പ് ഒരു ലഘുനാടകം അവതരിപ്പിക്കുകയാണ്. ഇത് പ്രോബസ് നാടകകൂട്ടത്തിന്റെ 4ാമത് നാടകമാണ്. ചിരിക്കാനും ചിന്തിക്കാനും ഈ നാടകം ഉപയോഗപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അംഗീകാരവും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഗ്രൂപ്പ് ഫോട്ടോ. സംഗീതവും റെക്കോർഡിംഗും ജയം പ്രസാദ്, ജയം ഡിജിറ്റൽ പുറക്കാട്. അരങ്ങിൽ ശ്രീ രവി പ്രസാദിനോടൊപ്പം ജോർജ് വർഗീസ്, വിജയൻ സി പിള്ള, സോമരാജൻ, ടി ജി ഉണ്ണികൃഷ്ണൻ, ജയകുമാർ, കെ വി പ്രവീൺ കുമാർ, രാമദേവൻ, സന്തോഷ് കുമാർ, ഇന്ദിര ബാബു, എസ്തേർ ജോഷ്വ, ലീന ബീഗം, ലതാ പ്രസാദ്, രമാദേവി, ഗീതാകുമാരി, ശ്രീയങ്ക. അവലംബം എൻ പിള്ള. നാടകരചനയും സംവിധാനവും രവിപ്രസാദ് മായാലി. നാടകം ഗ്രൂപ്പ് ഫോട്ടോ. ഇനി മുടി കളപ്പിച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്തോ എടുക്കാനോ? എടി ചത്ത് കിടങ്ങാനും ചമ്മി കിടക്കണമെന്നാ പ്രണാമം. പ്രണാമമല്ല, പ്രമാണം. ഇങ്ങോട്ട് തന്നെ. ഇതെന്തുവാ അമ്മേ? ഈ തൈ എവിടുന്ന് വാങ്ങിയതാ? എടി വാങ്ങിയതൊന്നും അല്ല, ആ തൊഴുത്തിന്റെ വഴിയിലിരുന്നതാ. പശു അവിടുത്തെ തേച്ചോ? തേച്ചു. അച്ഛനെ ചെതലിക്കാൻ വാങ്ങിച്ചു വെച്ച കരിയോ ഇല്ല. ആണോ? ചുമ്മാ വല്ലടി മുടിയൊക്കെ അങ്ങൊട്ടുന്നു. എന്തോ കിട്ടിയാൽ എടുക്കാൻ കാണിച്ചോളൂ. പ്രായമായാൽ ഇച്ചിരി നരയൊക്കെ ഉള്ളത് നല്ലതാണ്. അമ്മയ്ക്ക് നരയാ ചേരുന്നത്. സുഖിപ്പിക്കല്ലേ മരുമോളെ? അമ്മ ആ കണ്ണാടി ഇങ്ങോട്ടൊന്ന് തന്നെ, ഞാൻ മുടിയൊന്ന് ഒതുക്കിയിട്ട് തരാം. തരില്ല. അകത്ത് അലമാരിയിലെ കണ്ണാടി നോക്കി നീ അങ്ങ് ഒരുങ്ങിയാ മതി. അതിന്റെ മുമ്പിൽ ക്യൂവാ. എല്ലാരും അതിന്റെ മുമ്പിലാ, വേറെ കണ്ണാടിയില്ല. എന്നാ സ്റ്റീൽ പാത്രത്തിൽ നോക്കി അങ്ങ് ഒരുങ്ങ. ഞാൻ ഈ കണ്ണാടി തരത്തില്ല, ഞാൻ ഈ കണ്ണാടി തരത്തില്ല. ഞാൻ ഇപ്പൊ തരാമേ. ഇവള് എന്റെ മകൻ രവിയുടെ ഭാര്യ. രവിമോനങ്ങ് പട്ടണത്തില. ഇവളുടെ പേര് കനകമ്മ. കനകമെന്നാ പേരെങ്കിലും ഒരു പണവട കനകമില്ലാതാ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ തടി കണ്ണാടി. മോളെ എന്റെ ലിപ്സ്റ്റിക് ഇങ്ങനെ തന്നേ. തരൂല്ലോ. കൊടുക്കടി. എടി അത് തിന്നാനുള്ളതല്ല, ലിപ്സ്റ്റിക്കാ. യോ തിന്നുന്നു. കൊടുക്കടി. ഇല്ല, എനിക്ക് വിളിച്ചേക്കുന്നു. കൊടുക്കടി. ഇല്ല, നീ കൊടുക്കില്ലേ? എടി എന്റെ കണ്ണാടി ഇവിടെ തരാൻ. ഇല്ല, എനിക്ക് വേണം. എടി എന്റെ ലിപ്സ്റ്റിക് ഇവിടെ തരാൻ. എന്റെ കണ്ണാടി താമോളെ. തരൂല്ല. ഇവളെന്റെ മകൾ കമലമ്മയുടെ മകളാ, മീനാക്ഷി. ബുദ്ധിക്ക് ഇത്തിരി കുറവുണ്ടെങ്കിലും നല്ലപോലെ തിന്നും. ദേ ഇവള് എന്റെ മകൻ രവിയുടെ മോള കരിമന്തി. ഷോ ദമയന്തി. പഠിക്കാൻ വിടുക്കിയ. അച്ഛനെ ഇത് കണ്ടോ? ഇവിടെ എന്റെ ലിപ്സ്റ്റിക് മുഴുവൻ തന്നെ തീർത്തു. നീ മാറി. അതും പൊട്ടിച്ചു. ഏതു നേരത്താണോ ഇവറ്റകളെയൊക്കെ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കൊച്ചിനെ തരുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾ മോളോടെ അടങ്ങിയിരിക്കാൻ പറയണം. വന്നപ്പോ മുതൽ ഓരോന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുവോ? എനിക്ക് മനസ്സിലായി. ഞാനും എന്റെ മോളെ ഇങ്ങോട്ട് വരുന്നത് ആർക്കും ഇഷ്ടമല്ലെന്ന്. അതെ, എന്നെ കെട്ടിച്ചു വിട്ടെങ്കിലും ഇത് എന്റെ വീടാ. ഇതേ എന്റെ ആങ്ങളെ രവിയുടെ വീടാ. രവി ആരാടി? എന്റെ ഭർത്താവാ. അമ്മേ, ഞങ്ങൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല. എന്റെ ആങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അതിനെ എന്റെ അച്ഛൻ വിളിച്ചിട്ട് വന്നതാ. നീ ഒന്ന് അടങ്ങ്. ഇഷ്ടമായില്ലെങ്കിൽ പറ, ഞങ്ങളൊന്ന് പോയേക്കാം. മോളെ മീനാക്ഷി മോളെ, വേഗം റെഡിയാകെ, നമുക്കൊന്ന് പോയേക്കാം. ഇവളെന്റെ മോള കമലമ്മ. കെട്ടിച്ചു വിട്ടതാ.
അവൻ ശരിയല്ലെന്നേ. ബിവറേജ് ക്യൂ നിൽക്കുന്ന പണിയാ. നീ ചെല്ലി പരിഹാരം ഉണ്ടാക്കാം. ഒന്നിങ്ങ് വേഗം വന്നേ, ഇവിടെ വല്ലാത്ത കുവില. എന്താ താമസിച്ചേ? ഞാനേ ആന്റണിയെ ക്ഷണിക്കാൻ പോയതാ. ഇവിടെ എന്നാ കല്യാണം നടക്കുന്നു? അവൻ നമ്മുടെ രവിയുടെ ഉറ്റ സുഹൃത്തുക്കളി ഫോട്ടോയില് അവനെ കൂടെ കാണുമ്പോൾ രവിക്ക് എന്തോ സന്തോഷമായിരിക്കും. നീ അവത്തോടെ എല്ലാവരും വേഗം ഒന്ന് ഒരുങ്ങാൻ പറഞ്ഞു. അവത്തുങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് ഒരുക്കം തുടങ്ങിയതാ. എടി പിള്ളേരെ വേഗം ഒരുങ്ങ. അറിയോ വന്നാട്ടെ ഞങ്ങൾ താമസിച്ചില്ലല്ലോ. അതെങ്ങനെയാ? ഒരു സൗകര്യം തരത്തില്ല. രാവിലെ എഴുന്നേറ്റ് ഒരുക്കത്തോടൊരുക്കവാ. ഞാൻ പിടിച്ചു വലിച്ചാ കൊണ്ടുവരുന്നത്. ഓടി, ഞാൻ നിർബന്ധിച്ച ഞങ്ങളെ കൊണ്ടുവന്നത്. തൊഴിലുറപ്പ് കാരണം കൂടെ സമരത്തിന് പോകാനിരിക്കുമായിരുന്നു നിങ്ങൾ. എന്തായാലും വന്നത് നന്നായി. ജയിക്കിപ്പോൾ അതിർത്തിയില്ല പോസ്റ്റിംഗ്. ബിരിയാൻ അവന്റെ പട്ടാള കമാൻഡർ വിളിച്ചു പറഞ്ഞു ഒരു കുടുംബ ഫോട്ടോ അയച്ചു കൊടുക്കണം. അവന്റെ ആഗ്രഹമല്ലേ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും വിളിച്ച് ഒരു കുടുംബ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അത് കൊള്ളാമണിയ. എല്ലാരും എന്ത് ചെയ്യും? ഒരുക്കത്തില്ല. ആ, ഞാനിവിടെ ഒന്ന് ഒരുങ്ങട്ടെ. നിങ്ങൾ ആ സാധനം എടുത്ത് തേച്ചിട്ട് എവിടെ വെച്ച്? എന്തോ അടി? എന്തോന്നാ അതിന്റെ പേര്? വെറൈൽ ലവ്ലി. വിറയൻ ലൗലി അല്ലെങ്കിൽ വേറാൻ ലൗലി. അതെന്താ? മുഖത്ത് തേക്കുന്ന ക്രീമാ. മുഖം വെളുക്കും. അടുപ്പിൽ തേച്ച കുടുംബവും വെളുക്കും. ഒടുക്കലത്തെ വിലയാ. നിങ്ങൾ അകത്തോട്ട് വാന്നേ. ആ സ്റ്റുഡിയോക്കാരനെ കാണുന്നില്ലല്ലോ. രാവിലെ എത്തുമെന്ന് പറഞ്ഞിരുന്നത്. ആ ആന്റണിയോ അങ്ങോട്ട്. നല്ല ബിസിയാ. ഇപ്പൊ തോന്നുക ജനപ്രതിനിധി ആകണമായിരുന്നു. പിന്നെ എന്റെ കളിക്കൂട്ടുകാരൻ എനിക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പം വരാതിരിക്കാൻ പറ്റുമോ? ഇരിക്കുപോലെ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും എടുക്കണ്ട, വേഗം എന്നെ ഒന്ന് വിട്ടാ മതി. ഇന്ന് 6 പ്രോഗ്രാം. രാവിലെ ഒരു കല്ലേരിയില്, ഉച്ചയ്ക്ക് ഒരു കല്യാണം, 3 മണിക്ക് ഒരു കമ്മിറ്റി, 4-ന് ഒരു ഉദ്ഘാടനം, 5-ന് ഒരു സായാഹ്ന ധർണ, 6-ന് ഒരു റിസപ്ഷൻ. എല്ലായിടത്തും ഒന്ന് തല കാണിക്കണം. കൂട്ടത്തിൽ ഫോട്ടോയിൽ ഒന്ന് വര അടിക്കാതെ വെച്ചു അല്ലേ? അതെ 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 അതെ. ഫോട്ടോഗ്രാഫർ വരേണ്ട താമസമേ ഉള്ളൂ. ആരാ ഫോട്ടോഗ്രാഫർ? എന്തോന്ന് നരസിംഹോ? അവനാണോ ഹിരണ്യൻ? വീട്ടിൽ കേട്ടാൻ കൊള്ളത്തില്ല. കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും വിളിച്ചോണ്ട് ഊട്ടി കൊണ്ടുപോയി ഫോട്ടോ എടുത്തതാ. 15-ാം പക്കം അവളെ അടിച്ചോണ്ട് അവൻ അങ്ങ് പോയി. കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിച്ചാ മതി അവനെ. ഞാൻ അകത്തോട്ട് വരട്ടെ. കുഞ്ഞിരിക്കും. ഹലോ, എല്ലാരും എത്തിയോ? ഞാൻ ഉടനെ എത്തും. ചേച്ചി, ചേച്ചി പാല് ഒന്ന് ഓടി വാ ചേച്ചി. ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് നാണമാവുന്നു. ആരെ കണ്ടിട്ടാ കാണിക്കുന്നത്? ചേട്ടൻ ഏതാ? പറയാം. പറ. നീ ഏതാ? തങ്കമണി. തങ്കമണീന്ന്. ചേച്ചി വേഗം വാ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? ഈ പുരുഷന്മാർ ശരിയല്ലെന്നേ. നോട്ടം കേട്ടോ, കള്ളൻ, ചുള്ളൻ, തത്തമ്മച്ചുണ്ട്, ചിങ്കി ചിക്കാ. ആ തങ്കമണിയോ? ആന്റിന് വന്നത് അറിഞ്ഞു. ചേച്ചി ദേ പാല്. ദമയന്തി അകത്തുണ്ട്. മീനാക്ഷി വന്നു. വന്നു. മീനാക്ഷിയോട് ഞാൻ കൂട്ടില്ല. അതെന്താ? ഞാനാണോ പെണ്ണാണെന്ന് ചോദിച്ചോണ്ട് പൊക്കി നോക്കും. അവള് ചീത്ത പറയും ചേച്ചി. എന്നെ അവള് വിളിച്ചത് കേൾക്കണം. വേണ്ട വേണ്ട. ചെവി പറയാം. ചുള്ളനാണ് കേട്ടോ. എന്നെ ഇഷ്ടമായി അല്ലേ? എന്റെ വീട്ടിൽ വരുന്നോ? എന്തിനാ? അവിടെ ആരുമില്ല. അമ്മ കൊയ്യാൻ പോയി, ചേച്ചി നെയ്യാൻ പോയി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വരുന്നോ? ഞങ്ങളുടെ മുറ്റം നിറയെ ഇലഞ്ഞിപ്പൂക്കളാ. നമുക്കത് പെറുക്കി മാല പോട്ടാം. ദമയന്തി വരുന്നോ? നമുക്ക് കളിക്കാം. അതിനൊന്നും ഇപ്പൊ സമയമില്ല. തങ്കമണി പോകും. ഞങ്ങൾ നല്ല തിരക്കില്ല. ഞാൻ അറിഞ്ഞു. എന്നെ ഫോട്ടോ കിട്ടുമോ? ഇത് ഞങ്ങളുടെ കുടുംബ ഫോട്ടോയാ.
ഞാനും വരാം. ഒരുങ്ങി വരാമേ. ചുള്ളൻ സത്തമ്മച്ചുണ്ട്. ചിക്ക് ചിക്കാ. ഫോട്ടോ വൃത്തിയില്ലോ അളിയാ. അയാളാണെന്ന് തോന്നുന്നു. ദേവാനിയെ ഒന്ന് എഴുതാക്കാൻ. അവരെ വിളിക്ക്. എന്റെ തിരക്കറിയാമല്ലോ. എല്ലാരും വേഗം ഒന്ന് റെഡിയായില്ലേ? സമയം തീരെയില്ല. ഇവിടെ തിരക്കുണ്ട്. മുറ്റം വേണോ മുറി വേണം? ഇൻഡോറോ ഔട്ട്ഡോറോ? ഇവിടെ ആയിക്കോട്ടെ. എത്ര പേര് കാണും? 10 പേര് കാണും. വേഗം എല്ലാരും വിളിക്കേ. ഇത് കഴിഞ്ഞ ഒരു ശവമടക്കിന്റെ ഫോട്ടോ എടുക്കാനുള്ളതാണ്. അവർ കിടന്ന് വീയ മരിച്ചിട്ട് ഒരാഴ്ചയായി. അതിന് ഒരു ദിവസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. അതെങ്ങനെയുള്ളൂ മരിക്കുന്നതിന് ബുക്ക് ചെയ്യുന്നത്? ആരോട് ബുക്ക് ചെയ്തത്? ശവം ശവമോ? ആത്മഹത്യയായിരുന്നു. കണക്ക് കൂട്ടി ബുക്ക് ചെയ്ത് മരിക്കുമായിരുന്നു. ഇപ്പൊ ഫ്രിഡ്ജിലിരിക്കുക. വിദേശത്തുനിന്ന് മക്കൾ വന്നത് ഇന്നാണ്. ഇതെടുത്ത് വീണ എനിക്ക് അവിടെ കൃത്യനിഷ്ഠയിൽ എനിക്ക് നിർബന്ധമാണ്. എല്ലാരും വിളിക്കണിയാ. വാ അണിയനോട് വാ. ഇതാണ് ക്യാമറ. ക്യാമറ എന്തിനാ? തല്ലി പൊട്ടിച്ചോ? ഇതെന്റെ ചോറ. കൊച്ചു വിശപ്പുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അയ്യോ അവിടെ പിടിക്കാമോ? എന്താ ചെയ്ത അഹങ്കാരി? എന്താ മോനെ? എന്ത് പറ്റി? അമ്മ എന്നെ ഇവിടെ തല്ലി. എന്റെ കുഞ്ഞിനെ തല്ലാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങള് വന്നത് ഇഷ്ടമായില്ലെങ്കിൽ പറ, പോയേക്കാം. അതെ, എന്റെ ആങ്ങളുടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടാ വന്നത്. ആരുടെയും കറുത്ത മുഖം കാണാനല്ല. കുഴപ്പമില്ല. ഏത് കറുത്ത മുഖം വെളുപ്പിച്ച് വരുന്നവനായി ഫോട്ടോഗ്രാഫർ ഹിരണ്യ. അതൊരു അസുഖത്തിന്റെ പേരല്ലയോ? അത് ഹിരണ്യ, ഇത് ഹിരണ്യ. വേഗം എല്ലാവരും ഒന്ന് ഒരുക്കുക. എല്ലാവരും ഒന്ന് ഇരുന്നേ. ഇവിടെ ഇരിക്കാൻ ഒരു കുന്തമില്ലയോ? കുന്തത്തിന്മേൽ ഇരുന്നാലുള്ള അവസ്ഥ തനിക്ക് അറിയില്ലേ? ഓ, 5-6 കസേര എടുത്തിടാൻ. എടുത്തിട്ട് ഞാനെടുത്തിടും. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? തന്നെ ചേനയ്ക്ക് തടവെടുക്കാൻ നിർത്തിയതല്ലേ? താനെന്താ ഒരുങ്ങി ഉടുപ്പ് ഇട്ട് വന്നിരിക്കുന്നത്? ഇവിടുത്തെ കുടുംബ ഫോട്ടോയിൽ എനിക്കൊരു അവകാശമുണ്ട്. രവി സാറിന് എന്നെ എന്ത് ഇഷ്ടമാണെന്നോ? വേണ്ട വേണ്ട, നീ കൂടെ നിന്ന് ഫോട്ടോ ചീത്തയാക്കണ്ട. അപ്പൊ അവനിവിടെ ഒരു കോടി നിന്നോട്ടെ. ആ, കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഫോട്ടോയ്ക്ക് നല്ലതാ. അതെന്താ സുലോചന നീ അങ്ങനെ പറഞ്ഞത്? ആണുങ്ങളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല കേട്ടോ. നാത്തൂനൊന്നും പറയണ്ട. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. നിങ്ങളുടെ പിണക്കം കാണാൻ വന്നതല്ല ഞാൻ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എനിക്കുമുണ്ട് ധൃതി. ഒന്ന് വേഗമാകട്ടെ. ആരെയും ഒരു ചീപ്പ് തരുമോ? ഇത് കൊള്ളത്തില്ല. നീ ഒന്ന് മാറി തരാമോ? ജനാധിപത്യ സ്വഭാവം വെച്ച് അയാൾ ഇവിടെ നിന്നോട്ടെ. വേഗം ഒന്ന് ഇരുന്നേ. എനിക്ക് പോണം. ശവടക്കക്കാർ ഇപ്പൊ വിളി തുടങ്ങും. ആണ് പറഞ്ഞു നാക്കി വായിട്ടില്ല. ഇവിടെ വന്നു. ഹലോ, വരുന്നു. വന്നോണ്ടിരിക്കുക. ഇപ്പോഴെത്തും. എല്ലാവരും നടത്തിരുന്നേ. ഒന്ന് ചേർന്നിരുന്നേ. ഉള്ളച്ച് നടക്ക്. അമ്മച്ച് ചേർന്നിരിക്കേ. അങ്ങനെ. നീ ഇവിടെ വന്നിരിക്ക. ഞാനെവിടെ ഇരിക്കും? എവിടെയെങ്കിലും ഇരിക്കും. നാത്തൂനെ, അത് ശരിയല്ല. നീ ഇവിടെ ഇരിക്കും. ഞാനിവിടെ എനിക്ക് നീ പറമ്പിൽ പോയിരിക്കേ. എനിക്കും ഇവിടെ ഒരു അവകാശം ഉള്ളതാ. ആരും അങ്ങനല്ല. ഈ മുഖം ഇങ്ങനെ ഒന്ന് ചരിച്ച് പിടിച്ച്. ദേഹത്ത് പിടിച്ചുള്ള കളി വേണ്ട. വേണ്ട ചേച്ചി, സാരി ഒന്ന് വെച്ചിട്ടേ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങനെ. കണ്ടോടല്ലേ പറഞ്ഞേ രക്തം പിടിക്കുന്നത്. എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഇങ്ങനല്ല, സ്മൈൽ ഇങ്ങനെ. റെഡി, 1, 2. എനിക്ക് മടിയിലിരുത്തണം. ഓ, കൊച്ചിന് തുടങ്ങി. ഇങ്ങ വാ, അമ്മയുടെ മടിയിൽ
എല്ലാവരും ഒന്ന് സഹകരിച്ച് എന്റെ കല്ലിടിയിൽ ഞാൻ എല്ലാവരുടെ കൂടി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. 10 കൂടി ചേമ്പിന് കടമെടുക്കണ്ട. എനിക്ക് ശവമടക്കിരുത്തേക്കുള്ള താമസിച്ചു ചെന്നാൽ അവർ എന്നെ ശവമാകും. എല്ലാവരും ഒന്ന് സഹകരിച്ചേ. ആ റെഡി 1 2 എടുക്കല്ലേ? ഞാൻ എത്തി. എല്ലാവരും എന്നെ കാത്തിരിക്കാണെന്ന് എനിക്ക് അറിയാം. ഇനി അതിന് കുഴപ്പം വേണ്ട. നിന്നോട് വരാൻ ആര് പറഞ്ഞു? കൊള്ളാം, നല്ല കോലം. രവിസാറിന് എന്നെ വലിയ ഇഷ്ടമാണ്. എത്ര പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? രവിസാറിന്റെ മസിൽസ് ഒന്ന് കാണണേ, ചിന്തിച്ചിക്കാ. തങ്കമണി, നീ പോടാ. എന്റെ ഈശ്വരന്മാരെ വിളിച്ചത് കേട്ടോ? ഓടാന്ന്, ഓടിയെന്ന് വിളിക്കേ. മര്യാദക്ക് നീ ഒരു കോടി പോയി നിന്നോ. തങ്കമണി, ഈ ഫൽഗുന്റെ അടുത്ത് നിന്നോ. നിന്നെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ദരേന്ദ്ര ഇറങ്ങി നിന്നോ. എവിടെങ്കിലും ഒന്ന് നിന്ന് തരുമോ? റെഡി 1 2 എടുക്കല്ലേ? ഒരു കോള് നേതാവിൻ്റെതാ. 1 മിനിറ്റ്. ഇന്നെന്റെ കാര്യം നോക്കാം. ഓ അവരാ എന്നെയും അവർ തല്ലിക്കൊല്ലി ഉറപ്പ്. അവർക്കിന്ന് 2 ശവോളങ്ങളുണ്ട്. ഹലോ, ആ ഞാൻ എത്തി പഠിക്കാൻ വന്നു കഴിഞ്ഞു. റെഡി, ഇനി ആരും അഴുകരുത്. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സഹകരിച്ച് ഒന്ന് ചിന്തി. റെഡി 1 2 എന്താ സാധന? മുടി ഒന്ന് ഉടക്കി ഒന്ന് ജീവിക്കോട്ടെ. ആ മുടിയടാ മുഴപ്പാടും. എടുത്തോ. ഞാനൊരു കാര്യം പറഞ്ഞു. ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഒന്ന് ഇരുന്ന് തരുമോ? അനങ്ങല്ലേ, അനങ്ങല്ലേ. റെഡി 1 2 നിങ്ങളുടെ പശുവിന്റെ വാഴയെല്ലാം തിന്നു തീർത്തു. ഒന്നൊന്ന് നോക്കിയോ? ഈ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് വന്നേക്കാം. അറിയാമേ വരാം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഒരു ഫോട്ടോ എടുത്തോ ഇവിടെ വരണം. നീ അറിയാമേ, നീ ഒന്ന് അടങ്ങ്. ഞാനൊന്ന് വെച്ചെന്നാലുണ്ടല്ലോ. അയ്യോ, ഇന്നലെ കിട്ടിയ ഓർമ്മ ഉണ്ടല്ലോ. ഓ അറിയാമേ, നീ ഒന്ന് അടങ്ങ്. വേണ്ടേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളൊക്കെ കെട്ടിയവരാ. എന്റെ കാര്യത്തിൽ ഇടപെട്ട എന്റെ ഇടപാട് ഞാൻ തീർന്നു. അയ്യോ, എനിക്ക് നിന്നുകൊണ്ട് നിങ്ങളാ കനകമ്മയോട് കണ്ണും കാലും കാണിക്കുന്നത് ഞാൻ കണ്ടു. മറിയാമ്മച്ചേടത്തിയേ, നിങ്ങളൊന്ന് നിർത്തിക്കേ. ഞങ്ങൾക്ക് ഈ ഫോട്ടോ ഒന്ന് എടുക്കണം. പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിത്താം. ഗ്രാമസഭ കൂടുമ്പോൾ ഞാൻ ചർച്ച ചെയ്യാം. എന്റെ ഈ അവസ്ഥയോടൊന്ന് ചർച്ച ചെയ്യുന്നു. പരാതി എഴുതി തന്നെ. ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഇതെന്റെ വാഴയുടെ പ്രശ്നമാണ്. മറിയാമ്മേ മറന്നേ. മറക്കണോ? ഞാൻ മറക്കണോ? കഴിഞ്ഞ ആഴ്ച കോഴി ഇറക്കി വിട്ട് ഞാൻ ഉണക്കാനിട്ട എണ്ണ മുഴുവൻ തീറ്റിച്ചു. അത് ഞാൻ മറക്കണോ? മറക്കണോ? നീ ഒന്നും മറക്കണ്ട. തൽക്കാലം നീ ഇനി പോരെ. ഈ സാധനത്തിന് വീട്ടിലൊന്ന് എത്തിച്ചേക്കണം. പോയോ? എന്തോ ചെയ്യാനാ? 2 ദിവസമായിട്ട് അവൾ മരുന്ന് കഴിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയെ കൊണ്ടുപോയി കറണ്ട് അടിപ്പിച്ചു. ഇനി ഒന്നുകൂടെ കൊണ്ടുപോകണം. അയ്യോ, അവരാ. ആരാ? ഹലോ ഹലോ, ആരാ? അച്ഛനാണോ? ഒരു പള്ളിയിലെത്തി ഇത്രയും തെളിവറിയാമെന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. ശവശരീരം പള്ളിയിലോട്ട് എടുക്കുന്നു. ആ പ്രദേശത്ത് ഇനി എന്നെ കണ്ടുപോകരുതെന്ന് കാല് തട്ടി ഓടിക്കുമെന്ന് ക്യാമറ തല്ലി പൊട്ടിക്കുന്നു. എന്നാലും ഒന്ന് കാണാമല്ലോ. വാ, ചോദിച്ചിട്ടുണ്ടോ? എന്റെ ഈശ്വരന്മാരെ, എന്റെ ഗതികേടിന് ഈ ഗ്രൂപ്പ് ഫോട്ടോ ഏറ്റത്. എല്ലാവരും ഒന്ന് ഇരുന്ന് തരൂ. റെഡി 1 2 എടുക്കട്ടെ. ഞാൻ എന്റെ മാല എടുത്തില്ല. രവിയേട്ടൻ കഴിഞ്ഞ അവധിക്ക് വന്നപ്പോ വാങ്ങി തന്നതാ. ഫോട്ടോയിൽ അത് കണ്ടില്ലെങ്കിൽ ചോദിക്കും. എടുത്തോണ്ട് മതി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത്. ഇനി തീർന്നി വെച്ചിട്ട് എനിക്കൊരു കാര്യമില്ല. ഭാര്യയുടെ താലിമാല വരെ പണയം വെച്ച് ലോൺ എടുത്ത് വാങ്ങിയ ക്യാമറ അടച്ചു തീർക്കാനുള്ള തത്രപ്പാടില്ല ഞാൻ.
ഇനി താമസമില്ല. സ്വർണത്തിന് ഇപ്പൊ എന്നാ വിലയാ? എത്ര പവനുണ്ടടി? നിങ്ങളൊന്ന് അടങ്ങിയിരിക്കാവോ? നിർത്ത്. ആ എല്ലാവരും ഇരുന്നേ. റെഡി 1 2. മുള്ളോ? എവിടെ? ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ ഉള്ളണ്ട. ആരെങ്കിലും ഒന്ന് മുള്ളിച്ചിട്ട് കൊണ്ടുവാ. എന്താ? എല്ലാവരും ഇരുന്നേ. എടോ ഒരു തടസ്സമില്ല. ഫോട്ടോ എടുക്കും. ഇനി എല്ലാവരും ഒന്ന് അനുസരിക്കണേ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. റെഡി 1 2. എന്താ ആരാ? എല്ലാവരും നിശബ്ദരാകുക. പറയുന്നത് കേൾക്കുക പ്ലീസ്. ആരും കരയില്ല. എന്റെ മകൻ എന്താ സംഭവിച്ചത്? ദയവായി ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കുക. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. നിരവധി സഹപ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിരഹവേദനകൾ ഏറ്റുവാങ്ങുന്നവരാണ് ഞങ്ങൾ അതിർത്തി കാക്കുന്ന സുരക്ഷാ ഭടന്മാർ. ജമ്മു കാശ്മീർ അതിർത്തി പൂഞ്ചിലുണ്ടായ വെടിവയ്പിൽ അതിർത്തി രക്ഷാസേന സീമാ സുരക്ഷാ ബൽ BSF ഡെപ്യൂട്ടി കമാൻഡന്റ് രവീന്ദ്രൻ വീരമൃത്യു അടഞ്ഞു. ഗുരുതരമായ പരിക്കുകളുമായി ആസന്ന നിലയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായിരുന്നു കുടുംബത്തിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അതിൻ പ്രകാരം 2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ അത് അറിയിച്ചിരുന്നതുമാണല്ലോ. പക്ഷേ വിധി മറ്റൊന്ന് തീരുമാനിച്ചു. സാറുമാരെ, ഒരാഗ്രഹമുണ്ട്. ഞങ്ങളോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കുമോ? എന്റെ ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തോടൊപ്പം ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഫോട്ടോഗ്രാഫറെ ഒരു ഫോട്ടോ. അച്ഛാ, ഇതെന്താണ് അച്ഛാ? റെഡി 1 2 3. തിരുതിരിയിലെരിഞ്ഞെന്ന തീരുമ്പോഴും കരിന്തിരിയായിതാ മാറുന്നു ജീവിതം. വന്നുവോ നിങ്ങൾ നൊമ്പരം കാണുവാൻ അന്യനായി തീരും ശുഭമുഹൂർത്തങ്ങളിൽ. സാക്ഷിയം നിങ്ങൾ തൻ ഹൃദയം വിരുമ്പവേ ഓർത്തുനീറുന്നൊരു മാനസവേദന. ചിരിച്ചും പരിപൊരിച്ചും ഇണങ്ങിയും പിണങ്ങിയും നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ അതിർത്തിയിൽ മഞ്ഞും മഴയും വെയിലുമേറ്റ് കുടുംബാംഗങ്ങളെ പിരിഞ്ഞ് നമുക്ക് രക്ഷകരായി നിൽക്കുന്ന ധീര ജവാന്മാരെ നാം ഓർക്കാറുണ്ടോ? ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.